ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ അസർബൈജാൻ ട്രിപ്പിൻ്റെ പാർട്ട് 4 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹോട്ടൽ റൂമിലായിരുന്നു സ്റ്റേ 2 ദിവസം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹോട്ടൽ റൂമിൽ തന്നെയാണ്. അപ്പം നമ്മളിത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഐറ്റംസ് മുട്ട കൊണ്ടാണ്. മുട്ട പുഴുങ്ങിയത്, മുട്ട കുത്തി പൊരിച്ചത്, ബ്രെഡും മുട്ടയും, പിന്നെ മുട്ട ഗ്രേവി പോലെ ഉണ്ടാക്കിയത്, പിന്നെ സോസേജ് ഫ്രൈ ചെയ്തത്, സോസേജ് പുഴുങ്ങിയെടുത്തത്, അങ്ങ് പിന്നെ കുറേ സാലഡ്, കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ, പിന്നെ കുറേ കേക്ക്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ചായ, കോഫി, ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് മാത്രം എടുത്തിട്ട് നമ്മൾ കഴിച്ചു. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ കണ്ടതൊക്കെ വാരി വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. ചിലതിൽ ഭയങ്കര ഉപ്പും ചിലതിൽ ഉപ്പില്ല, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആയിരുന്നു. ഞാൻ കൂടുതൽ കഴിച്ചത് സാലഡാണ്. പിന്നെ കേക്ക് രാവിലെ തന്നെ കേക്ക് കഴിച്ചുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് പോണേ. നമ്മളെല്ലാവരും റെഡി ആയിട്ട് നമ്മൾ വണ്ടി കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ ബസ്സിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ യാത്ര. അപ്പം നമ്മൾ ഇന്ന് പോണത് ബാക്കു സിറ്റി ഒന്ന് ഫുള്ള് കാണാൻ വേണ്ടിയിട്ടാണ്. കുറേ മോള്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇനി കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കു സിറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. അപ്പം ഈ 2 ദിവസം ഇന്ന് നമ്മൾ ബാക്കു സിറ്റിയിലാണ് കേട്ടോ. ഫുള്ള് ബാക്കു സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങണത്. നമ്മൾ വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ അടുത്താണ് നമ്മൾ പോയി നിൽക്കുന്നത്. പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ട്രിപ്പ് പോയി വന്നിട്ട് ഇപ്പോൾ 4-5 ആഴ്ച കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മയില്ല ഏതാ സ്ഥലം എന്നൊക്കെ, അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അപ്പം നമ്മളിത് വലിയൊരു ബിൽഡിങ്ങിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. പിന്നെ അവിടെ ഒരു ലോട്ടസിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു മോളാണത്. നമ്മുടെ ബീച്ചിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. നല്ല അടിപൊളിയാണത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ റീൽസൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തിയത് 5 മണിക്കാണ്. അപ്പോൾ ഈ 3ാമത്തെ ദിവസം തന്നെ നമ്മുടെ കൂടെയുള്ള കുറച്ച് പേർക്കൊക്കെ വയ്യായൊക്കെ തുടങ്ങി. തണവിൻ്റെ പനിയും ചുമയും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 5 മണിയായപ്പോൾ നമ്മൾ റൂമിലേക്ക് വന്ന് ഫുഡ് ഓർഡർ ചെയ്ത് റൂമിലിരുന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല ചോറും മീൻകറിയാണ് കഴിക്കാൻ വേണ്ടി തോന്നി. പക്ഷെ അതൊന്നും അവിടെ ഇല്ല. ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു അത്യാവശ്യം ഗ്രേവിയുള്ളൊരു ബിരിയാണി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആശി ബോംബെ ബിരിയാണിയാണ് വാങ്ങിയത്. കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റ്. ചിക്കൻ കബാബും ഷവർമയാണ് കേട്ടോ വാങ്ങിയത്. കുഴപ്പമില്ല, എനിക്ക് ചിക്കൻ കബാബ് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അല്ല, ഞാൻ വെറുതെ കഴിച്ചു നോക്കി. ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കറങ്ങാൻ വേണ്ടി ഇറങ്ങാണ് ഗൈസ്. രാത്രി വൈബ് എന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഫുള്ള് രാവിലത്തെ കാണാനും കാട്ടി കൂടുതൽ രസം രാത്രിയാണ്. കാരണം ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നല്ല അടിപൊളി. ഫുള്ള് ഇംഗ്ലീഷുകാരൊക്കെ അല്ലേ, എന്താ ലുക്ക് ഇംഗ്ലീഷുകാരെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പം ഞാനും മുമ്പിയും കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചാനലിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും കയറി കാണാം. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് അവിടെ ഒക്കെ കറങ്ങി. കുറേ ഒന്നും നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല, കുറച്ചൊക്കെ വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുറേ രാത്രി ഒരു 12 മണി 1 മണി വരെ നമ്മൾ പുറത്ത് തന്നെയായിരുന്നു. നല്ല തണവാണ് ഗൈസ്. നമ്മൾ ഉള്ളിൽ തെർമൽ ജാക്കറ്റ്, പിന്നെ നമ്മുടെ നോർമൽ ഡ്രസ്സ് അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇറങ്ങണത്. രാത്രി 12 മണി പാതിരാത്രി ആയാലും ആ സിറ്റിയിൽ ഫുൾ ആൾക്കാർ തന്നെയാണ്. ആൾക്കാർ ഒരു കുറവില്ല, ഇഷ്ടം പോലെ ആൾക്കാരാണ് അവിടെ. അപ്പം നമ്മൾ കുറേ നേരമൊക്കെ ഇറങ്ങി നമ്മൾ ലാസ്റ്റ് റൂമിലേക്ക് തിരിച്ചു വന്നിട്ട് നമ്മൾ കിടന്നുറങ്ങി. കാരണം ഒരു ദിവസം കൂടി ഉള്ള നമ്മൾ അസർബൈജാനിൽ. അപ്പം നമ്മൾ നേരത്തെ കിടന്നുറങ്ങി, നമ്മൾ നേരത്തെ എണീക്കാനുള്ളതാണ്. അപ്പം നമ്മൾ അടുത്ത പാർട്ട് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.